നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാറും RSS നേതാവ് റാം മാധവും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ദുരൂഹതയേറുന്നു. ADGPയുമായി ചർച്ചയ്ക്ക് പോയതിൽ ബിസിനസ്സുകാരുമുണ്ടെന്നാണ് സൂചന. ചെന്നൈയിൽ ബിസിനസ് നടത്തുന്ന മലയാളിയാണ് ഒപ്പമുണ്ടായിരുന്നതെന്നാണ് റിപ്പോർട്ട്. കണ്ണൂർ സ്വദേശി കൂടിയായ ഈ ബിസിനസ്സുകാരനൊപ്പം ADGP എന്തിന് RSS നേതാവിനെ കണ്ടുവെന്നതിലാണ് ദുരൂഹത നിലനിൽക്കുന്നത്. ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി ചർച്ച നടത്തിയത് എന്തിനെന്ന ചോദ്യത്തിന് 3 പേർക്ക് മറുപടി പറയാൻ കഴിയുമെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ പറഞ്ഞു. അതിൽ ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും ദൂതനായ ADGP അയച്ചുവെങ്കിൽ എന്തിനെന്ന് മുഖ്യമന്ത്രി പറയണമെന്നും രണ്ടാമത്തേത് ADGP ആണെന്നും V മുരളീധരൻ പറഞ്ഞു. ബലാത്സംഗ കേസിൽ നടനും MLAയുമായ മുകേഷിനെ രക്ഷിക്കാൻ സർക്കാരിന്റെ അസാധാരണ ഇടപെടൽ. മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള എറണാകുളം സെഷൻസ് കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകുന്നത് സർക്കാർ വിലക്കി. ഹൈക്കോടതിയെ സമീപിക്കേണ്ടെന്ന് അന്വേഷണ സംഘത്തിന് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട മണ്ഡലം തലത്തിൽ വ്യാപക പ്രതിഷേധം നടത്താൻ കോൺഗ്രസ്. മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക, രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനയ്ക്കെതിരെ നടപടി സ്വീകരിക്കുക, ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ സർക്കാർ അടിയന്തരമായി പൊതുവിപണിയിൽ ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്താൽ പോരെന്നും പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടതെന്നും PV അൻവർ MLA. സർക്കാർ അത്തരമൊരു തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്വാറികളിൽ നിന്ന് ADGP അജിത് കുമാറിന് മാസപ്പടി കിട്ടുന്നുണ്ട്. കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ പേരിൽ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് PV അൻവർ MLA ആരോപിച്ചു. തമിഴ് സിനിമാ മേഖലയിലെ അതിക്രമം സംബന്ധിച്ച് പരാതി നൽകാൻ കമ്മിറ്റിയെ നിയോഗിച്ച താരസംഘടനയായ നടികർ സംഘം. നടി രോഹിണി അധ്യക്ഷയായിട്ടുള്ള സമിതിയെയാണ് നിയോഗിച്ചത്. പരാതിയുമായി സ്ത്രീകൾ മുന്നോട്ട് വരണമെന്ന് രോഹിണി അഭ്യർത്ഥിച്ചു. ഇന്ത്യയിൽ ഒരാളിൽ എംപോക്സ് ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കിയതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാ സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ടെന്നും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദില്ലിയിലെ RML, സഫ്ദർജംഗ്, ലേഡി ഹാർഡിംഗ് മുതലായ ആശുപത്രികളിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആദ്യത്തെ നിയമപരമായ അന്താരാഷ്ട്ര AI ഉടമ്പടിക്ക് UK വേദിയൊരുക്കി. യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളുമായി US-ഉമായും ചർച്ച നടത്തിയ ബ്രിട്ടീഷ് പ്രതിനിധികൾ ആദ്യത്തെ നിയമപരമായ അന്താരാഷ്ട്ര AI ഉടമ്പടി ഒപ്പിടാൻ തയ്യാറായതായി അറിയിച്ചു. 57 രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം മെയ് മാസത്തിലാണ് AI കൺവെൻഷൻ അംഗീകരിച്ചത്. ബ്രിട്ടനിൽ പ്രഭുസഭ ഇല്ലാതെയാക്കാൻ ലേബർ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിയായ നിക് തോമസ് സിമൺസ് പറഞ്ഞു. എന്നാൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ പ്രാതിനിധ്യവും ഇല്ലാതാകുന്ന പദ്ധതിക്കായി ചുരുങ്ങിയത് 10 വർഷമെങ്കിലും ഇതിനായി എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപരിസഭയുടെ ചടങ്ങുകളും ധർമ്മങ്ങളും കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ പകരം മറ്റൊരു സഭ രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റാലിയൻ താരം യാനിക് സിന്നറിന്. ഫൈനൽ പോരാട്ടത്തിൽ US-ന്റെ ട്രെയിലർ ഫ്രിറ്റ്സിനെ 6-3, 6-4, 7-5 എന്ന സ്കോറിനാണ് സിന്നർ തോൽപ്പിച്ചത്. സിന്നറുടെ 2ാം ഗ്രാൻഡ് സ്ലാം കിരീടമാണ് ഇത്. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.